രാജ്യത്ത് ആശങ്കയായി H3N2 ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിക്കുന്നു. ഒഡീഷയിൽ 2 മാസത്തിനിടെ 59 കേസുകൾ കണ്ടെത്തിയതായി ഭുവനേശ്വർ റീജിയണൽ മെഡിക്കൽ റിസർച്ച് സെന്റർ അറിയിച്ചു. രാജ്യത്തുടനീളം വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ശേഖരിച്ച 225 കേസുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഒഡീഷയിൽ 59 H3N2 കേസുകൾ കണ്ടെത്തിയത്. H3N2 വൈറസ് ബാധിച്ച് കർണാടകയിലും ഹരിയാനയിലും ഓരോ മരണങ്ങൾ വീതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ പനി, തൊണ്ടവേദന, ചുമ എന്നിവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. സാധാരണഗതിയിൽ പ്രായമായവരിലും കുട്ടികളിലും രോഗം പിടിപെടാൻ അപകട സാധ്യത കൂടുതലാണ്. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് കാരണമാകുന്ന H3N2 വൈറസാണിത്. സാധാരണഗതിയിൽ വൈറസ് പക്ഷികളിലും സസ്തനികളിലുമാണ് കാണപ്പെടുന്നത്. 1968 മനുഷ്യരിലേക്ക് വൈറസ് ബാധിക്കാൻ തുടങ്ങിയത്. ഇൻഫ്ലുവൻസ് എ വൈറസിന്റെ ഒരു വകഭേദമാണ് H3N2 വൈറസ്. വൈറസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആളുകൾ ശരീരത്തിലെ ജലാംശവും പ്രതിരോധശേഷിയും നിലനിർത്തണമെന്നും തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും വിദഗ്ധർ പറയുന്നു. എല്ലാ വർഷവും ഇൻഫ്ലുവൻസ് വാക്സിൻ എടുക്കുന്നത് പകർച്ചവ്യാധികൾ തടയുന്നതിന് സഹായകരമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.